2D ആനിമേഷൻ രംഗത്ത് വളരെ ഫ്ലെക്സിബിളോടുകൂടി ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ടൂളാണ് മാക്രോമീഡിയയുടെ ഫ്ലാഷ് എന്ന സോഫ്റ്റ്വെയർ. നമുക്കിവിടെ ഫ്ലാഷ് സോഫ്റ്റ്വെയർ എങ്ങനെയാണ് ഓപ്പൺ ചെയ്യുന്നതെന്ന് നോക്കാം. സാധാരണ ഡെസ്ക്ടോപ്പിൽ ഏതെങ്കിലും ഒരു ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയറിൻ്റെ ഷോർട്ട് കട്ട് ഐക്കൺ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഐക്കണിൽ ഡബിൾ ക്ലിക്ക് ചെയ്ത് നമുക്ക് സോഫ്റ്റ്വെയറിനെ ഓപ്പൺ ചെയ്യാം എന്നറിയാം. ഇവിടെ മാക്രോമീഡിയ ഫ്ലാഷ് MX എന്നെഴുതിയിരിക്കുന്ന ഈ ഐക്കണാണ് ഈ സോഫ്റ്റ്വെയറിൻ്റെ ഷോർട്ട് കട്ട് ഐക്കൺ. ഇവിടെ ഡബിൾ ക്ലിക്ക് ചെയ്തോ അല്ലെങ്കിൽ സ്റ്റാർട്ട് ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് പ്രോഗ്രാംസ് മാനേജർ വഴി മാക്രോമീഡിയ ഫ്ലാഷ് MX എന്ന ഈ ഐക്കണിൽ ക്ലിക്ക് ചെയ്തു നമുക്ക് ഈ സോഫ്റ്റ്വെയറിനെ ഓപ്പൺ ചെയ്യാം. ഇപ്പോൾ മാക്രോമീഡിയ ഫ്ലാഷ് MX സോഫ്റ്റ്വെയർ ഓപ്പൺ ചെയ്തു വരുമ്പോൾ കാണുന്ന വിൻഡോയാണ് നാം കാണുന്നത്. ഇവിടെ ഫ്ലാഷ് MX അൺടൈറ്റിൽഡ് 1 എന്നെഴുതിയിരിക്കുന്ന ബ്ലൂ കളറിലുള്ള ഈ ബാറിനെ ടൈറ്റിൽ ബാർ എന്നാണ് വിളിക്കുന്നത്. സാധാരണ എല്ലാ വിൻഡോയിലും ഉള്ളതുപോലെ തന്നെ ടൈറ്റിൽ ബാറിൽ മിനിമൈസ് ചെയ്യുവാനും ഈ സോഫ്റ്റ്വെയറിനെ നമുക്ക് എപ്പോഴെങ്കിലും മിനിമൈസ് ചെയ്തുകൊണ്ട് മറ്റൊരു സോഫ്റ്റ്വെയർ ഓപ്പൺ ചെയ്യാം. ഇവിടെ ക്ലിക്ക് ചെയ്ത് ഈ രീതിയിൽ ടാസ്ക് ബാറിലേക്ക് മിനിമൈസ് ചെയ്യുന്നു. അതിനുശേഷം നമുക്ക് എന്ത് വർക്കാണോ ചെയ്യേണ്ടത്, കമ്പ്യൂട്ടറിനുള്ളിൽ നിന്നും മറ്റൊരു ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയറിനെ ഓപ്പൺ ചെയ്യുകയോ വർക്ക് ചെയ്യുകയോ അതിൻ്റെ ഇടയിൽ തന്നെ ഇതേ രീതിയിൽ മിനിമൈസ് ചെയ്ത പ്രോഗ്രാംസിനെ വീണ്ടും ഇവിടെ ക്ലിക്ക് ചെയ്ത് റീസ്റ്റോർ ചെയ്ത് നമുക്ക് സോഫ്റ്റ്വെയറിനെ ഓപ്പൺ ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ റീസ്റ്റോർ ഡൗൺ എന്ന ഈ ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് ഈ രീതിയിൽ ഭാഗികമായിട്ട് വിൻഡോയെ റീസ്റ്റോർ ചെയ്യുകയും അതുപോലെ തന്നെ മാക്സിമൈസ് ചെയ്യുകയും ചെയ്യാവുന്നതാണ്. എല്ലാ വിൻഡോയിലും ഉള്ളതുപോലെ തന്നെ ഈ സോഫ്റ്റ്വെയറിന്റെ വിൻഡോയെ ക്ലോസ് ചെയ്യാൻ വേണ്ടി ഇവിടെ ഇൻറ്റു ആകൃതിയിൽ കാണുന്ന ക്ലോസ് എന്ന ഈ ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് ഈ സോഫ്റ്റ്വെയറിനെ ക്ലോസ് ചെയ്യാം. അതേ രീതിയിൽ തന്നെ ഇവിടെ സോഫ്റ്റ്വെയർ ഓപ്പൺ ചെയ്തപ്പോൾ പുതുതായി ഡിഫോൾട്ടായി തന്നെ ഒരു പേജ് ഓപ്പൺ ചെയ്തു വന്നിരിക്കുന്നു. ഈ പേജിനെ കൺട്രോൾ ചെയ്യുന്ന മിനിമൈസ്, റീസ്റ്റോർ ഡൗൺ, ക്ലോസ് എന്ന ബട്ടൺസ് ആണ് ഇവിടെയുള്ളത്. ഈ പേജിനെ നമുക്ക് ആവശ്യമില്ലെങ്കിൽ ഈ ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് ഇതിനെ ക്ലോസ് ചെയ്യാം. ഇവിടെ ഫയൽ, എഡിറ്റ്, വ്യൂ, ഇൻസെർട്ട്, മോഡിഫൈ, വിൻഡോ, ഹെൽപ്പ് എന്നിങ്ങനെ കാണുന്ന ഈ ബാറിനെ മെനു ബാർ എന്നാണ് വിളിക്കുന്നത്. ഈ മെനു ബാറിലെ ഓരോ മെനുവിലും ക്ലിക്ക് ചെയ്ത് ഡിഫറൻ്റ് ആയ ഓരോ കമാൻഡ്സ് നമുക്ക് ചൂസ് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ ഇവിടെ ടൂൾസ് എന്ന് കാണിച്ചിരിക്കുന്ന ഈ ബോക്സിന് ടൂൾ ബോക്സ് എന്ന് പറയുന്നു. വിവിധ തരം ടൂൾസുകളാണ് ഇവിടെയുള്ളത്. നമുക്ക് നമ്മുടെ പേജിലേക്ക് ചിത്രങ്ങളും അക്ഷരങ്ങളും മറ്റും വരയ്ക്കുവാൻ വേണ്ടി അതിലേക്ക് കളറുകൾ ആഡ് ചെയ്യുവാനും അതിൽ എഡിറ്റ് ചെയ്യുവാനും അങ്ങനെയുള്ള കാര്യങ്ങൾക്കായിട്ടുള്ള ടൂൾസുകളാണ് ഇവിടെ കാണുന്നത്. അതേപോലെ തന്നെ ഇവിടെ നമുക്ക് ടൈം ലൈൻ എന്നൊരു വിൻഡോ കാണാം. ഈ ടൈം ലൈനിൽ നമുക്കറിയാം ആനിമേഷനിൽ ഓരോ ഫ്രെയിമിലും നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്തു വെക്കുന്നു. അപ്പോൾ നമ്മൾ അതൊരു ആനിമേഷനായി കാണുന്നത് അല്ലെങ്കിൽ ഒരു മൂവിയായി കാണുന്നത് ഓരോ ഫ്രെയിം കണ്ടിന്യൂസ് ആയി മൂവ് ചെയ്യുമ്പോഴാണ് നമ്മൾ ഒരു ഫിലിം കാണുന്നത് നമുക്കറിയാം. സെയിം കൺസെപ്റ്റ് തന്നെ ഇവിടെയും നമ്മൾ ഓരോ ഫ്രെയിമായി നമ്മൾ ഓരോ വർക്കുകൾ അല്ലെങ്കിൽ ഓരോ ചലനങ്ങൾ നമ്മൾ ഇവിടെ ക്രിയേറ്റ് ചെയ്യുന്നു. അങ്ങനെ ക്രിയേറ്റ് ചെയ്യുന്ന ഈ പോർഷനാണ് സ്റ്റേജ് ആൻഡ് വർക്ക് സ്പേസ് എന്ന് പറയുന്നത്. സ്റ്റേജ് എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മുടെ ഈ പേജാണ്. ഈ പേജിൽ അല്ലെങ്കിൽ ഈ സ്റ്റേജിൽ ഓരോ ഫ്രെയിമിലും ഓരോ ചലനങ്ങൾ നടക്കുന്നത് നമ്മൾ കാണുമ്പോൾ മൂവിയായിട്ട് കാണുന്നു. നമുക്ക് ഈ സ്റ്റേജിനെ വ്യൂ ചെയ്യുന്നത് എങ്ങനെയെന്ന് ശ്രദ്ധിക്കാം. ഇപ്പോൾ ഇവിടെ നോക്കുക, 46% എന്ന് കാണിച്ചിട്ടുണ്ട്. നമുക്ക് 46% സൂമിലാണ് ഇപ്പോൾ ഈ സ്റ്റേജ് ഡിസ്പ്ലേ ചെയ്യുന്നത്. ഇതിനെ അഡ്ജസ്റ്റ് ചെയ്യുന്നത് എങ്ങനെയെന്ന് ശ്രദ്ധിക്കാം. ഇവിടെ തന്നെ സൂം എന്ന് പറയുന്ന ഈ ടൂൾ സെലക്ട് ചെയ്താൽ
ഇവിടെ ഓപ്ഷൻസിൽ ഇപ്പോൾ സൂം പ്ലസ് ചെയ്യാനും മൈനസ് ചെയ്യാനുമുള്ള ഓപ്ഷൻസ് ആണ് വന്നിരിക്കുന്നത്. നമുക്ക് ഇവിടെ ക്ലിക്ക് ചെയ്താൽ ഈ സ്റ്റേജിനെ ഇപ്പോൾ 92% സൂം ചെയ്യുന്നതായിട്ട് കാണുവാൻ സാധിക്കും. അതേപോലെ തന്നെ സൂം മൈനസ് ചെയ്യാൻ റെഡ്യൂസ് എന്ന ഈ ബട്ടൺ സെലക്ട് ചെയ്തതിന് ശേഷം ക്ലിക്ക് ചെയ്താൽ ഈ രീതിയിൽ മൈനസ് ചെയ്യുവാനും സാധിക്കുന്നതാണ്. മറ്റൊരു രീതിയിൽ നമുക്കിവിടെ ക്ലിക്ക് ചെയ്ത് ഇതിൽ നിന്നും എത്ര പെർസെൻറ്റേജ് ആണ് വേണ്ടത് എന്നുള്ളത് നമുക്കിവിടെ സെലക്ട് ചെയ്യാം. ഇപ്പോൾ 100%-ലാണ് സൂം ചെയ്തിരിക്കുന്നത്. അതേപോലെ തന്നെ 100%-ൽ സൂം ചെയ്തിരിക്കുന്ന ഈ സ്റ്റേജിനെ നമുക്ക് ഇതിന്റെ ടോപ്പ് ബോട്ടം പോർഷൻ ഡിസ്പ്ലേ ചെയ്യുവാൻ വേണ്ടി ഇവിടെയും അതേപോലെ തന്നെ ഈ സ്റ്റേജിന്റെ താഴെയും കാണുന്ന ഈ സ്ക്രോൾ ബാറിൽ സ്ക്രോൾ ചെയ്ത് നമുക്ക് ഈ രീതിയിൽ ഇതിനെ വ്യൂ ചെയ്യാം. മറ്റൊരു ഓപ്ഷൻ വ്യൂവിൽ തന്നെ നമുക്കൊരു ഹാൻഡ് ടൂള് സ്റ്റേജിനെ പാൻ ചെയ്യുവാൻ വേണ്ടി ഈ ഹാൻഡ് ടൂൾ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഈ രീതിയിൽ സ്റ്റേജിനെ വ്യൂ ചെയ്യാം. അടുത്തതായിട്ട് നമുക്ക് ടൈം ലൈനിൽ തന്നെ ഇവിടെ ലെയർ 1 എന്ന് ഡിഫോൾട്ടായി തന്നെ ഈ പേജിൽ ഡിസ്പ്ലേ ചെയ്തിരിക്കുന്നു. നമ്മൾ ചെയ്യുന്ന വർക്കുകൾ ഓരോ ലെയറിലേക്കും നമുക്ക് ചെയ്യാവുന്നതാണ്. ഇവിടെ ലെയർ 1ലേക്ക് നമ്മൾ എന്തെങ്കിലും ചെയ്യുകയാണെങ്കിൽ അത് ലെയർ 1ലാണ് ആ വർക്കുകൾ നടക്കുന്നത്. എന്നാൽ നമുക്ക് ഇതേ രീതിയിൽ പല മോഡൽസും അല്ലെങ്കിൽ പല പെയിന്റിങ്സും നമ്മൾ ഈ സ്റ്റേജിൽ ക്രിയേറ്റ് ചെയ്യുന്നതോടൊപ്പം നമുക്ക് ആ പെയിന്റിങ്സിനെ അല്ലെങ്കിൽ ആ ഡ്രോയിങ്ങിനെ നമുക്ക് ഏത് ലെയറിൽ അല്ലെങ്കിൽ പുതിയതായി ഒരു ലെയറിൽ നമുക്ക് ചെയ്യാവുന്നതാണ്. ആ രീതിയിൽ പുതിയതായി ഒരു ലെയർ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി നമുക്ക് ഇവിടെ ഇൻസെർട്ട് ലെയർ എന്ന ഈ ഐക്കൺ ഉപയോഗിക്കാം. അല്ലെങ്കിൽ ഇൻസെർട്ട് എന്ന മെനുവിൽ നിന്നും ഇൻസെർട്ട് ലെയർ എന്ന ഓപ്ഷൻസ് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. സാധാരണ ഷോർട്ട്കട്ടായി നമുക്ക് ഈ ഐക്കണിൽ ക്ലിക്ക് ചെയ്ത് എത്ര ലെയർ വേണേലും ഈ രീതിയിൽ ക്രിയേറ്റ് ചെയ്യാം. അതേപോലെ തന്നെ സെലക്ട് ചെയ്ത ഒരു ലെയറിനെ ഡിലീറ്റ് ചെയ്യുവാൻ വേണ്ടി ഇവിടെ കാണുന്ന ഡിലീറ്റ് എന്ന ഈ ഐക്കണിൽ ക്ലിക്ക് ചെയ്ത് നമുക്ക് ഈ രീതിയിൽ ഡിലീറ്റ് ചെയ്യാം. മറ്റൊരു ഓപ്ഷൻ ഒരു ഹെവി വർക്ക് ആവുമ്പോൾ നമുക്ക് ലെയറുകൾ ഇവിടെ ഓരോ ലെയർ ആഡ് ചെയ്യുന്നതോടൊപ്പം ഇവിടെ നമുക്ക് ഈ ലെയറിനെ ഡിസ്പ്ലേ ചെയ്യാൻ വേണ്ടി ഇവിടെ ഈ സ്ക്രോൾ ബാർ കൊടുത്തിട്ടുണ്ട്. എന്നാൽ വളരെയധികം ലെയറുകൾ നമുക്ക് ഓരോ ഫോൾഡറുകൾ ക്രിയേറ്റ് ചെയ്ത് നമ്മുടെ വർക്കിനനുസരിച്ച് ലെയറുകളെ ഓരോ ഫോൾഡറിലേക്കായി നമുക്ക് ഇൻസെർട്ട് ചെയ്യാം. അതിനുവേണ്ടി ഇവിടെ ഫോൾഡർ എന്ന ഈ ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് നമുക്ക് ഈ രീതിയിലൊരു ഫോൾഡർ സെലക്ട് ചെയ്യാം. അതിനുശേഷം ഇവിടെ നമുക്ക് ഓരോ ലെയറുകൾ ഈ രീതിയിൽ ഫോൾഡറിലേക്ക് നമുക്ക് സേവ് ചെയ്യാവുന്നതാണ്. അതേപോലെ തന്നെ ഫോൾഡറിനെയും ഡിലീറ്റ് ചെയ്യാൻ വേണ്ടി നമുക്ക് ഡിലീറ്റ് എന്ന ഈ ബട്ടൺ ഉപയോഗിക്കാം. അടുത്തതായി നമുക്ക് ഓരോ ലെയറിലേക്കും നമ്മൾ ഓരോ വർക്കുകൾ നമ്മുടെ ഈ ഫ്രെയിമിൽ ഓരോ വർക്കുകൾ ചെയ്യുന്നു എന്ന് നമ്മൾ നേരത്തെ സൂചിപ്പിച്ചിരുന്നു. എന്നാൽ ഇങ്ങനെ ചെയ്ത ഈ വർക്കുകളെ നമുക്ക് അതിന്റെ ഔട്ട്ലൈൻ മാത്രം ഡിസ്പ്ലേ ചെയ്താൽ മതിയെങ്കിൽ നമുക്കിവിടെ ഷോ ഓൾ ലെയേഴ്സ് ആസ് ഔട്ട്ലൈൻ എന്ന ഈ ഓപ്ഷനെ ഉപയോഗിക്കാം. അതേപോലെ തന്നെ ഇതിനെ ഹൈഡ് ചെയ്യാൻ വേണ്ടി വീണ്ടും ഇവിടെ ക്ലിക്ക് ചെയ്താൽ മതിയാവും. എന്നാൽ ഒരു ലെയറിനെ നമുക്ക് ലോക്ക് ചെയ്യാൻ വേണ്ടി ഇവിടെ ക്ലിക്ക് ചെയ്താൽ നമുക്ക് ആ ലെയറിനെ മാത്രം ലോക്ക് ചെയ്യാം. എല്ലാ ലെയറിനെയും ലോക്ക് ചെയ്യാൻ വേണ്ടി ഇവിടെ ക്ലിക്ക് ചെയ്താൽ മതിയാവും. അതേ രീതിയിൽ തന്നെ ഒരു ലെയറിനെ ഒരു പ്രത്യേക സമയത്തേക്ക് നമുക്ക് ഹൈഡ് ചെയ്ത് വെക്കുവാൻ വേണ്ടി ഇവിടെ ഷോ ഹൈഡ് ലെയേഴ്സ് എന്ന ഈ ബട്ടൺ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഒരു ലെയറിൽ മാത്രം ഈ രീതിയിൽ ഷോ ചെയ്യുകയും അതുപോലെ തന്നെ ഹൈഡ് ചെയ്യുകയും ചെയ്യാവുന്നതാണ്. എന്നാൽ നമ്മുടെ ഇവിടെയുള്ള എല്ലാ ലെയറുകളും ഹൈഡ് ചെയ്യുവാൻ വേണ്ടി അതുപോലെ തന്നെ ഷോ ചെയ്യുവാൻ വേണ്ടി ഇവിടെ ക്ലിക്ക് ചെയ്താൽ നമുക്ക് ഈ രീതിയിൽ ലെയറിനെ ഹൈഡ് ചെയ്യുകയും ഷോ ചെയ്യുകയും ചെയ്യാം. അടുത്തതായിട്ട് നമുക്ക് ഇവിടെ ശ്രദ്ധിക്കുക, സീൻ 1 എന്നിവിടെ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. നമുക്ക് നമ്മുടെ വർക്കുകൾ ഇപ്പോൾ 10 ലെയറുകളിലേക്ക് നമ്മൾ ഇവിടെ ഒരു വർക്ക് ചെയ്തിരിക്കുകയാണ്. അതിനുശേഷം വീണ്ടും നമുക്ക്
ഇൻസെർട്ട് എന്ന മെനുവിൽ നിന്നും നമുക്ക് പുതിയതായി ഒരു സീൻ ക്രിയേറ്റ് ചെയ്യാം. ഇപ്പോൾ ഇവിടെ സീൻ 2 ആണ് കാണുന്നത്. അതിനുശേഷം നമുക്ക് ഓരോ സീനും ഡിസ്പ്ലേ ചെയ്യാൻ വേണ്ടി എഡിറ്റ് സീൻ എന്ന ഈ ബട്ടണിൽ ക്ലിക്ക് ചെയ്താൽ ഇപ്പോൾ ആക്റ്റീവ് ആയിരിക്കുന്നത് സീൻ 2 എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. സീൻ 1 നമുക്ക് ആക്റ്റീവ് ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ ഡിസ്പ്ലേ ചെയ്യാൻ വേണ്ടി സീൻ 1ൽ സെലക്ട് ചെയ്യാം. ഈ രീതിയിൽ ഒരു ഫയലിലേക്ക് പല സീൻസുകൾ നമുക്ക് ഇൻസെർട്ട് ചെയ്യുകയും ആ സീനുകളെ എഡിറ്റ് ചെയ്യുകയും ചെയ്യാം. അതേപോലെ തന്നെ ഇവിടെ റിമൂവ് സീൻ ഉപയോഗിച്ചുകൊണ്ട് ഓരോ സീനിനെയും നമുക്ക് റിമൂവ് ചെയ്യാം. ശ്രദ്ധിക്കുക, ഇപ്പോൾ ഇവിടെ സീൻ 2 മാത്രമേ ഉള്ളൂ, സീൻ 1 റിമൂവ് ചെയ്തിരിക്കുന്നു. അടുത്തതായിട്ട് നമുക്ക് നമ്മുടെ ഈ സ്റ്റേജിൽ നടക്കുന്ന എല്ലാ കാര്യങ്ങളും നമ്മുടെ പ്രോപ്പർട്ടി ഇൻസ്പെക്ടറിലാണ് അതിൻ്റെ സബ് കമാൻഡ്സുകൾ ചെയ്യേണ്ടത്. നമുക്കിപ്പോൾ ആക്റ്റീവ് ആയിരിക്കുന്നത് പ്രോപ്പർട്ടീസ് എന്ന ഇവിടെ നോക്കുക, ഇവിടെ ഡോക്യുമെന്റ് അൺടൈറ്റിൽഡ് 1 എന്ന് കാണിച്ചിട്ടുണ്ട്. നമുക്ക് ഈ സ്റ്റേജിന്റെ സൈസിനെ നോക്കിക്കഴിഞ്ഞാൽ 550x400 പിക്സൽസ് എന്നിവിടെ കാണിച്ചിരിക്കും. അതുപോലെ തന്നെ പബ്ലിഷ് ഫ്ലാഷ് പ്ലെയറിൽ ഇതിനെ പബ്ലിഷ് ചെയ്യുക എന്നും നമുക്കിവിടെ കാണിച്ചിട്ടുണ്ട്. നമുക്ക് ഈ സൈസിനെ എഡിറ്റ് ചെയ്യാൻ വേണ്ടി സൈസ് എന്ന ഈ ഐക്കണിൽ ക്ലിക്ക് ചെയ്ത് നമുക്കിവിടെ ഇതിന്റെ ഡയമെൻഷൻസ്, ഇപ്പോൾ നമുക്ക് ഫുൾ സ്ക്രീൻ ആയിട്ട് ചെയ്യേണ്ട ഒരു വർക്കാണെങ്കിൽ 800x600 എന്ന് നമുക്ക് ഇതിന്റെ വിഡ്ത്തിനെയും ഹൈറ്റിനെയും കൊടുക്കാം. അതേപോലെ തന്നെ നമുക്ക് ഇവിടെ പ്രിന്റർ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് പ്രിന്ററുമായി മാച്ച് ചെയ്യാം. അതേപോലെ തന്നെ ബാക്ക്ഗ്രൗണ്ട് കളർ നമുക്ക് ഇവിടെ ക്ലിക്ക് ചെയ്ത് ഈ സ്റ്റേജിന് ഒരു ബാക്ക്ഗ്രൗണ്ട് കളറിനെ അറേഞ്ച് ചെയ്യാം. മറ്റൊരു ഓപ്ഷൻ ഫ്രെയിം റേറ്റ് ആണ്. നമ്മൾ സാധാരണ ഡിഫോൾട്ടായി 12 FPS ഫ്രെയിം റേറ്റ് ഉപയോഗിച്ചുകൊണ്ടാണ് ചെയ്യുന്നത്. നമുക്കിതിനെ കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം. അതേപോലെ തന്നെ റൂളറിന്റെ യൂണിറ്റ്സ് ആണ്. നമ്മളിപ്പോൾ ഈ സ്റ്റേജിലേക്ക് റൂളറിനെ ഷോ ചെയ്തിട്ടില്ല എങ്കിൽ തന്നെ റൂളറിന്റെ ആവശ്യം വരുമ്പോൾ നമുക്ക് ഇതിന്റെ യൂണിറ്റ്സ് ഇഞ്ചായും പോയിന്റ്സ് ആയും സെന്റിമീറ്റേഴ്സ് ആയും മില്ലിമീറ്റേഴ്സ് ആയും പിക്സൽസ് ആയും നമുക്ക് അറേഞ്ച് ചെയ്യാം. അതിനുശേഷം ഓക്കെ കൊടുക്കാം. ഇപ്പോൾ ശ്രദ്ധിക്കുക, 600x800 വിഡ്ത്ത് ആൻഡ് ഹൈറ്റിലേക്ക് ഈ സീൻ മാറിയിരിക്കുകയാണ്. അതേപോലെ തന്നെ ബാക്ക്ഗ്രൗണ്ട് ഇവിടെ നിന്നും നമുക്ക് ചൂസ് ചെയ്യാം.